അപ്പം നമ്മുടെ ഈ തവണത്തെ വിഷുവും ആൻറ്റിയുടെ വീട്ടിലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ തലേദിവസം രാവിലെ തന്നെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് പിറ്റേ ദിവസം സാമ്പാറിനുള്ള മുരിങ്ങാക്കോൽ പറിക്കാൻ പോകാനായിട്ട് കാണുന്നത്. സാമ്പാർ വെക്കാൻ അല്ലേ സാമ്പാർ വെക്കാനാണ് മുരിങ്ങാക്കോൽ ഇതൊക്കെ കമ്പ് പറിക്കേണ്ടി. വീടിൻ്റെ അടുത്തുള്ള വല്യമ്മയുടെ വീട്ടിലാണ് കേട്ടോ മുരിങ്ങാക്കോൽ പറിക്കാൻ പോയത്. മുരിങ്ങാക്കോൽ പറിക്കാൻ മാത്രമല്ല കേട്ടോ, വല്യമ്മേനെ വിഷുവിന് വീട്ടിലേക്ക് ക്ഷണിക്കാനും കൂടിയാണ് കേട്ടോ നമ്മൾ പോയത്. അങ്ങനെ നമ്മൾ നടന്ന് വല്യമ്മയുടെ വീട്ടിലൊക്കെ എത്തി. പിന്നെ നമ്മൾ പറിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അങ്ങനെ നമ്മൾ തോട്ടിയൊക്കെ കെട്ടി അത്യാവശ്യം സാമ്പാർ വയ്ക്കാനുള്ള മുരിങ്ങാക്കോലൊക്കെ കെട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ നൈസായിട്ട് അവിടെ നിന്ന് അവരൊക്കെ വിളിച്ച് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് വന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് തിരിച്ചു തന്നെ വഴിക്ക് കുറേ പിള്ളേർ അവിടെ ഷട്ടിൽ ബാറ്റൊക്കെ കളിക്കണുണ്ട്. എന്നാൽ പിന്നെ കുറേ നാളായാലോ കളിച്ചിട്ട് വിചാരിച്ച് കുറച്ചൊരു ചേച്ചിയും കളിച്ച്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞൊരു വൈകുന്നേരം ആയപ്പോഴേക്കും നമ്മളെല്ലാവരും കുളിച്ച് പിറ്റേ ദിവസം വിഷുവിനുള്ള കണിക്കൊന്ന പറിക്കാനായിട്ട് പോവാണ് കേട്ടോ. അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അങ്ങനെ നമ്മൾ നടന്ന് അവിടെ എത്തി. ഓൾറെഡി അവിടെ 2 ചേട്ടന്മാർ കൊന്ന പറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ചെന്നപ്പോൾ നമുക്കും പറിച്ചു തന്നു. ഗൈസ്, നമുക്ക് ആവശ്യത്തിനുള്ള കണിക്കൊന്ന കിട്ടി. 10 വിഷു ആഘോഷിച്ചുള്ള കണിക്കൊന്ന കിട്ടി. 10 വിഷു നമുക്ക് 10 വിഷു ചെയ്യാനുള്ള കണിയൊക്കെയാണ് ഇതാണെങ്കിൽ എന്തോരൊക്കെ ഇതിനകത്താണ് കിട്ടിയത്. അങ്ങനെ നമ്മൾ ആവശ്യത്തിനുള്ള പൂവൊക്കെ പറിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ. അങ്ങനെ രാത്രി ആയപ്പോഴേക്കും പിറ്റേ ദിവസം കണി കാണാനുള്ള കൃഷ്ണനും ഒരിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ അമ്മയും ചേച്ചിയും കൂടെ മാലയൊക്കെ കിട്ടി. കൃഷ്ണന് ചാർത്താനായിട്ട് ചെത്തിമാലയൊക്കെ കിട്ടി. പിന്നെ നമ്മൾ ആദ്യം അരിയിട്ട് പിന്നെ വെള്ളിരിക്ക വെച്ച് പിന്നെ പഴം വെച്ച് പിന്നെ പൈനാപ്പിള്, ചക്ക, ആപ്പിള്, പിന്നെ മുന്തിരി, പിന്നെ മുരിങ്ങാക്കോല്, അങ്ങനെ എല്ലാം വെച്ച് നമ്മൾ കണി ഏകദേശം സെറ്റാക്കി വെച്ചു. അങ്ങനെ അതൊക്കെ റെഡിയാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ കൃഷ്ണൻ്റെ അടുത്ത് 2 വെറ്റിലയും അടക്കയും കൂടെ വെച്ചു. പിന്നെ നമ്മൾ പറിച്ചുകൊണ്ടുവന്ന കണിക്കൊന്ന കൃഷ്ണൻ്റെ ചുറ്റും വച്ചു കൊടുത്ത് അങ്ങനെ നാളെ കണി കാണാനുള്ള സംഭവങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിട്ട് അന്ന് രാത്രി നമ്മൾ കിടന്ന്